ഏകാന്തതയുടെ കടവിൽ രാവിൻ നീലപ്പടവിൽ ആദ്യ സമാഗമ ലജ്ജയിലാതിര താരകം കണ്ണടയ്ക്കുമ്പോൾ ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു. വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. ദേവി നിൻ ചിരിയിൽ കുളിരോ പാലൊളിയോ മാധവമാസ നിലാവിൽ മണമൂറും മലർക്കുടിലിൽ മാധവമാസ. മലയാള സിനിമയിലെ ജെയിംസ് ബോണ്ട് എന്ന് വിശേഷിക്കപ്പെടാവുന്ന ഒരു കഥാപാത്രമുണ്ട്. പക്ഷെ പഴയ ആൾക്കാർക്കറിയാം, തമിഴിൽ ജയശങ്കറിന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, മലയാളത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് വിൻസെൻ്റ് എന്ന നടനാണ്. പിന്നെ കോളിനോസ് പുഞ്ചിരിയുടെ നടനെന്നും പറഞ്ഞിട്ടുണ്ട്. കോളിനോസ് എന്നൊരു ടൂത്ത് പേസ്റ്റ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ കോളിനോസിൻ്റെ പരസ്യത്തിലൊക്കെ വിൻസെൻ്റ് വരുമായിരുന്നു. അപ്പോൾ പറയും കോളിനോസ് പുഞ്ചിരിയുള്ള നടൻ എന്ന് മലയാളികൾ വിശേഷിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു നടൻ വിൻസെൻ്റ്, പൗരുഷത്തിൻ്റെ ശരീരഘടനയും ആയോധനകളും ഒക്കെ അറിയാവുന്ന നടൻ. എനിക്കൊന്ന് ജയനേക്കാൾ മുമ്പേ ഇങ്ങനെ ഒരു പുരുഷ സൗന്ദര്യത്തിൻ്റെ ഒരു മോഡലായി തീർന്ന ഒരു നടൻ വിൻസെൻ്റ് ആയിരുന്നു. അന്ന് വരെയുള്ള നടന്മാർ തികച്ചും വ്യത്യസ്തമായിട്ട് ശാരീരിക ഭംഗി കൊണ്ടും സൗന്ദര്യം കൊണ്ടും പ്രേക്ഷകരെ ആകർഷിച്ച നടനായിരുന്നു വിൻസെൻ്റ്. തൻ്റേതായിട്ടുള്ളൊരു പാത അദ്ദേഹം വെട്ടിത്തുറന്നു. അദ്ദേഹം എറണാകുളത്തിനടുത്തുള്ള എടവനക്കാടൻ സ്ഥലത്താണ് ജനിച്ചത്. സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഓട്ടോമൊബൈലിൻ്റെ ഒരു കോഴ്സൊക്കെ പസ് ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് ജോലിയൊക്കെ നഷ്ടമായി അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ശശികുമാർ സാറുമായിട്ട് പരിചയമുള്ള ഒരാൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, പിന്നെ റെസ്റ്റ് ഹൗസ് എന്നൊരു സിനിമയിൽ പുതുമുഖങ്ങളെ തേടുന്നുണ്ട്, നീ ഇങ്ങനെ അഭിനയിക്കാനുള്ള ആഗ്രഹമായിട്ട് നടക്കുമല്ലേ, അത് കേരളത്തിൽ പീരുമേട്ട് എന്ന സ്ഥലത്താണ് എൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്, അവിടെ ചെന്നാൽ ചിലപ്പം കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു കോളേജിൽ ടൂർ വരുന്ന ഒരു സംഘം വിദ്യാർത്ഥികളുടെ കഥയാണ് റെസ്റ്റ് ഹൗസ്. 69 റിലീസായി, 68 എൻ്റെ ഷൂട്ടിംഗ് ഒക്കെ 68-69 ആദ്യ കാലത്ത് ഷൂട്ടിംഗ് നടക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം ശശികുമാർ സാറിനെ കാണാൻ ചെല്ലുകയാണ്. അപ്പോൾ നിരവധി പുതുമകൾ, 10-15 പേര് ആണുങ്ങളും 10-15 പെൺകളും ഉണ്ട്. ഷീലയും പ്രേംനസീറും ലീഡ് ചെയ്യുന്ന ആ ടീമിൽ ആ കോളേജ് കുമാരന്മാരായിട്ടുള്ള അന്ന് എനിക്കൊന്ന് കുഞ്ചൻ ഒക്കെ ആ കൂട്ടത്തിൽ വന്ന നടികടന്മാരിൽ ഒരാളാണ് കുഞ്ചൻ. അപ്പോൾ അതിൽ കൂടുതൽ വിൻസെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വിൻസെൻ്റിനെ കാണുകയും ശശികുമാർ തന്നെ ഇഷ്ടപ്പെടുകയും അതിൽ റോള് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ റെസ്റ്റ് ഹൗസിൽ ഫുൾ ടൈം ഉണ്ടായിരുന്ന ഈ കോളേജ് വിദ്യാർത്ഥികളുടെ ഒരു ഗ്യാങ്ങായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മലയാള സിനിമയിൽ വിൻസെൻ്റ് കാലെടുത്ത് വെച്ച് കുത്തിയായിരുന്നു. പിന്നീട് അദ്ദേഹം ചെറിയ ചെറിയ സിനിമകളിലൂടെ ഇങ്ങനെ മദ്രാസിലേക്ക് ചെല്ലുകയും അവിടെ ചെന്ന് പ്രേംനസീറിൻ്റെയും മധുസാറിൻ്റെയൊക്കെ സഹോദരനായിട്ടും അങ്ങനെയുള്ള ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടുകയും അങ്ങനെ 70-ൽ സുബ്രഹ്മണ്യ മുതലാളി അദ്ദേഹത്തെ കാണാനിട വരികയും അദ്ദേഹം പുതുതായിട്ടെടുത്ത മധുവിധു എന്നൊരു സിനിമ, ആ സിനിമയിൽ അദ്ദേഹം വിൻസെൻറ്റിനെ ഡബിൾ റോളിൽ കൊണ്ടുവന്നു. ഒന്ന് നല്ലവനായ ചെറുപ്പക്കാരൻ, ഒന്ന് സകല ദുർഗുണങ്ങളുടെ നിലവാരമായ 2 സഹോദരന്മാരുടെ കഥയായിരുന്നു അത്. അന്ന് മലയാളത്തിൽ വളരെയധികം ബോക്സ് ഓഫീസ് വിജയം നേടിയ സിനിമയാണ് വിൻസെൻ്റ്. അങ്ങനെ ചെറുവേഷങ്ങളിൽ നടന്ന വിൻസെൻറ്റിനെ ഒരു നായക പരിവേഷത്തിൽ ഉയർത്തിയ ചിത്രമായിരുന്നു. സുബ്രഹ്മണ്യ മലയാളിയോട് ഒരിക്കലും തീരാത്ത കടപ്പാടുണ്ടെന്നും അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഒരു മധുര സ്വപ്നമല്ല, മതിരോത്സവമല്ല, മധുപാനലീലയല്ല ജീവിതം, ഒരു നീണ്ട യാത്ര,
ഒരു തീർത്ഥയാത്ര രാവുമായും നിലാവുമായും മഞ്ഞും മലരും മായും രാഗിണി നിന്നുടെ സ്വപ്നങ്ങൾ മാത്രം മായാതെ മന്ദഹസിക്കും. അങ്ങനെ മെറിലാൻഡ് സിനിമകളുടെ കൂടെ കടന്നു വന്ന അദ്ദേഹം ഐ വി ശശി ആർട്ട് ഡയറക്ടർ. അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത ഉത്സവം എന്ന സിനിമയിൽ ഉമ്മറാണ് നായകനെങ്കിലും റൊമാൻറ്റിക് ഹീറോയുടെ വേഷം ചെയ്തത് വിൻസെൻ്റ് ആയിരുന്നു അദ്ദേഹം. ഐ വി ശശിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട തൻ്റെ തുടക്കകാല ചിത്രങ്ങളിൽ ഐ വി ശശി വിൻസെൻറ്റിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. ഏകാന്തതയുടെ കടവിൽ രാവിൻ നീലപ്പടവിൽ പ്രേമവതി ഞാൻ നിന്നെ കാത്തു, പ്രേമവതി ഞാൻ നിന്നെ കാത്തു. ആദ്യ സമാഗമ ലജ്ജയിലാതിര താരകം കണ്ണടയ്ക്കുമ്പോൾ കായലഴിച്ചിട്ട വാർമുടിപ്പീലിയിൽ സാഗരമുമ്മ വയ്ക്കുമ്പോൾ. അയൽക്കാരി എന്നൊരു സിനിമയുണ്ടായിരുന്നു. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്ന ഒരു പാട്ട് നിങ്ങളെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു, പകൽ കിനാവിൻ പനിനീർ മഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം. അത് വിൻസെൻ്റ് ജയഭാരതിയുടെ പ്രേമരംഗമാണ്. ഇന്നും മലയാളികൾ ഒരിക്കലും മറന്നുപോകാത്ത, എന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇലഞ്ഞിപ്പൂമണം പാടിക്കൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. അതുപോലെ ഐ വി ശശിയുടെ മിക്ക സിനിമകളിലും അനുഭവം, അതിൽ ഷീലയുടെ മകളായ ജയഭാരതിയെ തൊട്ട് അയൽവാസിയെ വിൻസെൻ്റ് പ്രേമിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം അതിലൊരു പാട്ട് പാടുന്നുണ്ട്. വാഗപ്പൂമരം ചോടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ. അപ്പം ചടുലമായ പ്രേമരംഗങ്ങളിലും പാട്ടുകൾ പ്രേംനസീറിനെ പോലെ തന്നെ പാട്ടുപാടി അഭിനയിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതുപോലെ സ്റ്റണ്ടും നല്ലവണ്ണം കൈകാര്യം ചെയ്തിരുന്നു. അങ്ങനെ ഐ വി ശശിയുടെ ആ വളർച്ചയ്ക്ക് ഐ വി ശശി ഒരു സംവിധാനം നില പേരെടുത്ത് ഉത്സവത്തിന് ശേഷം വന്ന അയൽക്കാരി, അഭിനന്ദനം, ആലിംഗനം, അംഗീകാരം തുടങ്ങിയ സിനിമകളിലൊക്കെ നായകൻ വിൻസെൻ്റ് ആയിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഇവിടെ ഇവരൊക്കെ ശേഷമാണ് മധുസാറ്, പ്രേംനസീർ, അങ്ങനെ വലിയ സൂപ്പർ ഹീറോകളിലേക്ക് നീങ്ങിയത് ഐ വി ശശി അതിന് ശേഷമാണ്. അതുവരെ ഐ വി ശശിക്ക് ഒരു ഡയറക്ടർ എന്നതിൽ പേരെടുത്ത് കൊടുത്ത ചിത്രങ്ങളിലൊക്കെ നായകൻ വിൻസെൻ്റ് ആയിരുന്നു. ചെറുകിട ബഡ്ജറ്റിൽ ചെറുകിട ആൾക്കാരുടെ ഒരു നടനായിരുന്നു വിൻസെൻ്റ്. അന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ച പാവങ്ങളുടെ പ്രേംനസീർ എന്നായിരുന്നു. പ്രേംനസീറിൻ്റെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പറ്റാതെ തിരക്കിട്ടിട്ട് മാറി നിൽക്കുന്ന ഡയറക്ടേഴ്സിന് വിൻസെൻ്റ് ഒരു സഹായകമായിരുന്നു. കാരണം വിൻസെൻറ്റിനെ സാധാരണക്കാരൻ ഇഷ്ടപ്പെട്ട് നടന്നു. അപ്പോൾ അദ്ദേഹത്തെ ഇട്ടാലും പടം ലോ ബഡ്ജറ്റിൽ ഒതുക്കാം. ഡോക്ടർ ബാലകൃഷ്ണൻ ഐ വി ശശിയെ പോലെ തന്നെ വിൻസെൻറ്റിനെ കൈപിടിച്ചുയർത്തിയ ഒരു നിർമ്മാതാവാണ് അദ്ദേഹം. ഒരുപാട് ചെറുപ്പക്കാർ, പി ചന്ദ്രകുമാർ ഡയറക്ടർ, സത്യനന്ദിക്കാട് ഗാനരചയിതാവ്, ഒരുപാട് പ്രതിഭകളെ മലയാളത്തിന് സമ്മാനിച്ച ആളാണ് ഡോക്ടർ ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ ഒരു ജോലിക്കായിട്ട് സത്യനന്ദിക്കാട് കയറി, പിന്നീട് ഗാനരചയിതാവുകയും തിരക്കഥാകൃത്താവുകയും പിന്നീട് ഇന്നത്തെ പ്രശസ്തനെ സംബന്ധിച്ച് സത്യനന്ദിക്കാട് അവിടെ നിന്ന് വന്നതാണ്. പി ചന്ദ്രകുമാർ, ഇവരെല്ലാം ഒരു ടീമായിട്ട് വന്ന ലവ് ലെറ്റർ, ചന്ദനച്ചോല, JC ഡയറക്റ്റ് ചെയ്ത ഡോക്ടർ ബാലകൃഷ്ണൻ നിറച്ച ചന്ദനച്ചോല എന്നൊരു പടമുണ്ട്. അതിൽ മുഖശ്രീ കുങ്കുമം ചാർത്തി വിടരും മൂന്നാറിലുദിക്കും ഉഷസ്സേ എന്ന പാട്ട് പാടുകയും
അതുപോലെ അങ്ങനെ അതുപോലെ തന്നെ ലവ് ലെറ്റർ എന്നൊരു കോമഡി പടമുണ്ട്. ഈ കാമുകന്മാരും ഈ വയസ്സായ ആൾക്കാരും ചെറുപ്പക്കാരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ വരുന്ന രസകരമായ കോമഡികളിലെ ലവ് ലെറ്ററിൽ വിൻസെൻ്റ് റീന ജോഡികൾ, വിധുബാല അങ്ങനെ അഭിനയിച്ച കഥാപാത്രം. അതേ കണക്ക് തന്നെയായിരുന്നു നമ്മുടെ ക്രോസ്ബെൽറ്റ് മണിക്കും വിൻസെൻറ്റിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെയും മിക്ക സിനിമകളിൽ അദ്ദേഹം സത്യനെ വെച്ച്, വിടുമിടുക്കി, ക്രോസ്ബെൽറ്റ് എന്നീ പടങ്ങൾ എടുത്തെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൊക്കെ തുലോം പുതുമുഖങ്ങളായി വിൻസെൻ്റ് ആയിരുന്നു.